SNDP യോഗം ഭരണസമിതിക്ക് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി താൽക്കാലികമായ പ്രതിസന്ധി എന്നാണ് വിലയിരുത്തൽ. റിസീവർ ഭരണത്തിലേക്ക് നീങ്ങിയാലും ഭരണം കൈയാളാനുള്ള സ്വാധീന ശക്തി വെള്ളാപ്പള്ളി നടേശനുണ്ട്. ദുർബലരായ എതിരാളികളാൽ ഒരു അട്ടിമറി സാധ്യതയ്ക്ക് വകയുമില്ല. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാലും ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണയ്ക്കുക വെള്ളാപ്പള്ളി നടേശനെയാകും. യോഗത്തിൽ വോട്ടവകാശമുള്ള 90% ആളുകൾക്കും വെള്ളാപ്പള്ളി അംഗത്വം നൽകിയതും വെള്ളാപ്പള്ളിയുടെ അടുപ്പക്കാരുമാണ്. സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായ തിരിച്ചടി അപ്പീലിലൂടെ മറികടക്കാനാകുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വിശ്വസിക്കുന്നത്. നാളെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, തിരിച്ചടിക്ക് പിന്നാലെ എന്തായാലും ഇനി അടുത്ത സ്റ്റെപ്പ് അടുത്ത നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണല്ലോ അല്ലെ? അപ്പീലുമായി മുന്നോട്ട് പോകും. മറ്റൊന്ന്, ഇനിയിപ്പോൾ ഈ സംഘടനയുടെ തന്നെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലെന്താണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്? ഇനിയുള്ള ദിവസങ്ങളിൽ അതെങ്ങനെയായിരിക്കും തുടർ നടപടികളൊക്കെ? റോഷ്നി, പുതിയ ഭരണസമിതി ചുമതല ഏൽക്കുന്നത് വരെ ഡയറക്ടർമാരെ പകരം നിർദ്ദേശിക്കാനാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നൽകിയ നിർദ്ദേശം. അതായത് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ SNDP യൂണിയന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്ന ഒരു രീതി ഇനി കോടതി ചെയ്യും എന്നതാണ്. പല യൂണിയനുകളിലും പ്രാദേശികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ SNDP യൂണിയന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്ന് ചെയ്യുന്നത് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തെ ഏർപ്പെടുത്തി ആ ഭരണം സ്വന്തം കൈപ്പിടിയിൽ നിർത്തുക എന്നതാണ് രീതി. ഭൂരിഭാഗമിടത്തും തിരഞ്ഞെടുത്ത യൂണിയൻ ഭാരവാഹികൾ ഇല്ല എന്നതാണ് അവസ്ഥ. അവിടെയൊക്കെ ഈ തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ യൂണിയനെ കൈപ്പിടിയിൽ എടുക്കുന്നത്. ഇതേ സ്ഥിതിയിൽ തന്നെ സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ കൃത്യമായ രീതിയിൽ പുതിയ ഡയറക്ടർമാരെ നിയമിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനകത്ത് രാഷ്ട്രീയ താല്പര്യം വല്ലതും ഉണ്ടാകുമോ എന്നത് നോക്കിക്കാണണം. കാരണം സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് വെള്ളാപ്പള്ളി നടേശനും SNDPയും കുറെ കാലമായി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരാണ് പുതിയ ഡയറക്ടർമാരെ, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലുള്ള ആളുകളെ ചുമതലപ്പെടുത്തേണ്ടത്. ആ ചുമതലപ്പെടുത്തുന്ന ആളുകൾ വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഹൈക്കോടതി വിധി വന്നതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു നിയമനം വന്നാൽ ഇപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ കോടതിയിൽ അത് ചോദ്യം ചെയ്യുകയും ചെയ്യും. എന്തായാലും താൽക്കാലികമായാണെങ്കിലും ഇത് തിരിച്ചടി തന്നെയാണ്. ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീലുമായി പോകുമ്പോൾ സിംഗിൾ ബെഞ്ച് വിധിക്ക് ഒരു സ്റ്റേ കിട്ടുകയും പിന്നീട് തങ്ങൾക്ക് അനുകൂലമായി കോടതി നടപടികൾ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് വെള്ളാപ്പള്ളി നടേശനും ഒപ്പമുള്ള ആളുകളും ഇപ്പോൾ കരുതുന്നത്. റോഷ്നി, അതാണ്. അങ്ങനെ പുതിയ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്.